ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും ഒക്ലഹോമയിൽ നിന്നും. ഹല്ലേലൂയ. സൂസൻ ആന്റി ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ജീവനെനിക്കായി തന്ന സ്നേഹമോർക്കുമ്പോൾ ഉള്ളം തുടിച്ചിടുന്നേ, സ്തോത്രം പാടിയിടുന്നേ. ജീവനെനിക്കായി തന്ന സ്നേഹമോർക്കുമ്പോൾ ഉള്ളം തുടിച്ചിടുന്നേ, സ്തോത്രം പാടിയിടുന്നേ. അനുപമ സ്നേഹം ഓർക്കുന്നേ പ്രിയനേ എന്നാഥനെ, അനുപമ സ്നേഹം ഓർക്കുന്നേ പ്രിയനേ എന്നാഥനെ. എൻ പാപമാകവേ പോകാൻ നീ മാത്രമായി മരക്കുരിശിൽ, എൻ പാപമാകവേ പോകാൻ നീ മാത്രമായി മരക്കുരിശിൽ. നിൻ രക്തത്താൽ എന്നെ കഴുകി കന്മഷമാകവേ പോക്കി, നിൻ രക്തത്താൽ എന്നെ കഴുകി കന്മഷമാകവേ പോക്കി. ജീവനെനിക്കായി തന്ന സ്നേഹമോർക്കുമ്പോൾ ഉള്ളം തുടിച്ചിടുന്നേ, സ്തോത്രം പാടിയിടുന്നേ. ഉള്ളം തുടിച്ചിടുന്നേ, സ്തോത്രം പാടിയിടുന്നേ. അനുപമ സ്നേഹം ഓർക്കുന്നേ പ്രിയനേ എന്നാഥനെ, അനുപമ സ്നേഹം ഓർക്കുന്നേ പ്രിയനേ എന്നാഥനെ. എൻ പാപമാകവേ പോകാൻ നീ മാത്രമായി മരക്കുരിശിൽ, എൻ പാപമാകവേ പോകാൻ നീ മാത്രമായി മരക്കുരിശിൽ. നിൻ രക്തത്താൽ എന്നെ കഴുകി കന്മഷമാകവേ പോക്കി, നിൻ രക്തത്താൽ എന്നെ കഴുകി കന്മഷമാകവേ പോക്കി. ജീവനെനിക്കായി തന്ന സ്നേഹമോർക്കുമ്പോൾ ഉള്ളം തുടിച്ചിടുന്നേ, സ്തോത്രം പാടിയിടുന്നേ. ഉള്ളം തുടിച്ചിടുന്നേ, സ്തോത്രം പാടിയിടുന്നേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. ഹല്ലേലൂയ. പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ ഈ പ്രേരണയിൽ കൂടെ പാടുന്ന മക്കൾക്കെല്ലാം ദൈവ കൃപ അഭിഷേകം അധികമായി പകരട്ടെ. അതിൻ്റെ ഓരോ വരികളും എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാവുന്നു. ഹല്ലേലൂയ. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർമാനം ദൈവജനം സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തന് വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഹല്ലേലൂയ ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവ് നിറഞ്ഞ ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. ഈ സമയം വരെയും അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാവുന്ന തിരുവചനത്തിൽ നാം കേൾക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വചനത്തിന്റെ വാതിൽ ഇതുവരെയും ഭക്തന്റെ ദൈവം തുറന്നു കൊടുത്തു. ഇന്ന് രാത്രി കാലത്തെ ഹല്ലേലൂയ ഈ ശുശ്രൂഷയും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവില് അഭിഷക്ത ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവിനെ ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, കർത്താവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ പ്രേയർ ലൈൻ കൂടി അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ കണ്ണിലേക്ക് നോക്കുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ. ഓ, പാട്ട് കേൾക്കുവാൻ കർത്താവേ, നിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പാനൊക്കെയും ഭൂമിയുടെ മുഖത്ത് ഒരു സാവകാശം കൂടി ഞങ്ങൾക്ക് നൽകി തന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ, അവിടുത്തെ രക്തത്തിൽ മുദ്ര വെച്ച് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഈ പ്രേയർ ലൈൻ തുടക്കമിട്ട കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മക്കൾ യാത്രയിലാകുന്നുവല്ലോ കർത്താവേ, ഹല്ലേലൂയ. കൺമണി പോലെ
ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ച് യഹോവേ എനിക്ക് വലിയവ ചെയ്തു എന്നുള്ള കർത്താവെ പ്രൈസ് റിപ്പോർട്ട് കേൾക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ലൈൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. കുടുംബം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ മേലും കർത്താവ് കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ല പാട്ട് പാടുവാൻ കർത്താവേ. ഹല്ലേലൂയ. സുസ്നാന്റി അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. അപ്പാ നീ കൊടുത്ത സ്വരം നിനക്ക് വേണ്ടി പാടുവാൻ കർത്താവേ ഇത്രത്തോളം നീ അനുഗ്രഹിച്ചല്ലോ കർത്താവേ. തുടർന്നും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ വയൽ പ്രദേശത്തായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വചനം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവേ ദൈവദാസനായി സ്തോത്രം കർത്താവേ. ലീഡ് ചെയ്യുവാൻ ദൈവദാസന ആവശ്യമാർന്ന ദൈവകൃപ കർത്താവ് കൊടുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. തുടർന്നു അവിടുത്തെ കൃപയിൽ നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഇപ്പം വചനവുമായി കടന്നു വരുന്ന ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനം കർത്താവേ. അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിർവോട് കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളോട് കർത്താവേ വിളിച്ചറിയിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ കൊടുത്ത് കർത്താവ് നടത്തിയല്ലോ കർത്താവേ. ഓ തുടർന്നു അവിടുന്ന് സഹായിക്കുമാറാകണമേ ദൈവമേ. ഞങ്ങൾ വചനം കേൾക്കുന്നവരായി മാത്രമല്ല കർത്താവേ അതിനെ പ്രമാണിക്കുന്നവരായി ജീവിപ്പാൻ ഓ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹത്തിന്, വിടുതലിന് കർത്താവേ, സൗഖ്യത്തിന്, ഓ ദൈവശക്തിക്ക് കർത്താവേ നിത്യതയോട് അടുപ്പിക്കുന്നതിനൊക്കെയും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ അങ്ങനെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പൊന്നുപാത വീടത്തിങ്കൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. അത് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ സഹായിക്കണമേ. സകലമാനവും മഹത്വവും പൂഴ്ചയും ബഹുമാനവും എല്ലാം അപ്പച്ചന് തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനവും അല്ലെങ്കിൽ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലാതെ ഇന്ന് പകൽക്കാലം കേട്ട കേൾവി മദ്യത്തിലും മയക്കുമരുന്നിലും ഹല്ലേലൂയ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ഇരുട്ടിലായിരിക്കുന്ന അനേക കുടുംബങ്ങൾ ഈ സിറ്റിയിലും മറ്റ് സിറ്റി രാജ്യത്തുണ്ട്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവഭക്തനെ ക്ഷണിക്കുന്ന ഒക്കലോമായിൽ നിന്നും പാസ്റ്റർ സാം വർഗീസിനെ ക്ഷണിക്കുന്നു. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള വിലപ്പെട്ട പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം നമ്മുടെ ഹൃദയമാവുന്ന നിലങ്ങളെ ഹല്ലേലൂയ നല്ല നിലങ്ങളായി 100 മേനി തന്നെ വചനമാകുന്ന വിത്ത് ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചന സൗഖ്യം തരുന്നു. ഹല്ലേലൂയ. ഈ രാത്രി കാലം വചന കേൾവിലുള്ള സകല അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാവുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹൃദയത്തിന് ആനന്ദം, മനസ്സിന് സന്തോഷം, നമ്മളെ ജീവിപ്പിക്കുന്ന ഹല്ലേലൂയ സന്തോഷം, സമാധാനം, സ്വസ്ഥത, സമൃദ്ധിയായി രാത്രി ദൈവം പകർന്നുകൊണ്ടിരിക്കാവുന്നു. വചന സൂക്ഷിക്കായി ദൈവത്തിനെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. Hallelujah. Praise the Lord. Praise the Lord. വളരെ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി വീണ്ടും കർത്താവിനെ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. ഈ അനുഗ്രഹീത രാത്രിയിൽ ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനെ വന്ദനം ചെല്ലുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ലൈൻ ഒക്ലഹോമയ്ക്ക് വേണ്ടി കർത്താവിനാൽ ഒരുക്കപ്പെട്ട, അതിനുവേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ വാത്സല്യ സാജനെ കുടുംബമായി ഓർക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ യാത്രയിൽ കർത്താവായ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പകരട്ടെ. സമാധാനത്തോടും സന്തോഷത്തോടും യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. തിരുവഴുത്തിൽ നാം വായിക്കുന്നത് പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും നിഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കട്ടെ എന്ന വാക്യം ചൊല്ലി ആ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ യാത്രയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗം പകരട്ടെ. വിശേഷാൽ
ആ മകളോടുള്ള പഠനത്തോടുള്ള ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൃപകളും അനുഗ്രഹങ്ങളും പകർന്ന് ആ പ്രിയമുള്ളവരെ സമൃദ്ധിയായ ദൈവം അനുഗ്രഹിക്കുകയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ പ്രയർ ലൈനിൽ ദൈവവചനം പഠിപ്പിക്കുവാൻ ഇങ്ങനൊരു സാവകാശം ഒരുക്കി തന്നതിന് വിശേഷാൽ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് വാത്സല്യ കുടുംബത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രി ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കേൾവിക്കാർക്കും പഠിതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എളിയവരുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു രാത്രി കൂടെ സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവിന്റെ പാദപീഠങ്ങൾ ഒരുമിച്ചിരുന്ന് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ജോലി ചെയ്തുകൊണ്ട് ഒക്കെ ഇത് പഠിപ്പാൻ ദൈവം നമുക്ക് അനുവദിച്ച ഈ നല്ല സാവകാശത്തിന് കർത്താവിന് ഒരിക്കൽ കൂടി നന്ദി കരയേറ്റുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി കൊണ്ട് ഈ പുസ്തകത്തിന്റെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനം ഇവിടെ അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. സ്വർഗത്തിലെ ദൈവം ഇതുവരെ ശ്രദ്ധിച്ച, എന്നെ കേട്ട, വളരെ ക്ഷമയോടെ ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. യൂദായുടെ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിക്കുന്നതിന്റെ ആവശ്യകത കേൾക്കുന്ന ഏവർക്കും ഒന്ന് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം, നാം വന്നെത്തിയിരിക്കുന്ന സമയം, ഈ പുസ്തകം എഴുതിയത് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത് ഈ തലമുറയോടുള്ള ബന്ധത്തിലാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നതായ ഒരു സാഹചര്യത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ലല്ലോ. മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യൂദായുടെ ലേഖനം 20 മുതൽ ഉള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 20-ാം വാക്യം മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. യൂദായുടെ ലേഖനം എടുക്കുവാൻ തുടങ്ങിയ അന്ന് തൊട്ട് ദൈവവചനം വായിച്ച് എന്നെ സഹായിക്കുന്ന ഒരു ആന്റിയുണ്ട്. ആ വാത്സല്യ ആന്റിക്ക് വിശേഷാൽ വന്ദനം പറയുന്ന സമയത്ത് തന്നെ ആ വാക്യങ്ങൾ എടുത്ത്, ചില വാക്യങ്ങൾ ഞാൻ ഉരുവിടുമ്പോൾ ആ വാക്യം റെഫറൻസ് അടക്കം എടുത്ത് വായിച്ചു തന്ന് എനിക്ക് സഹായമായിരുന്ന ആ വാത്സല്യ ആന്റിയെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ദൈവരാജ്യ പ്രഘോഷണത്തിന് ആ ആന്റിയെ ദൈവം ഒരു മുതൽക്കൂട്ടായി ഇനിയും അനേക തലങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ വാത്സല്യ ആന്റി ഇപ്പോൾ ലൈനിലുണ്ടെങ്കിൽ ദയവായി യൂദായുടെ ലേഖനം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് തന്ന് സഹായിച്ചാട്ടെ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരായി ചിലരോട് കരുണ ചെയ്യുവീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ സർവകാലത്തിനും മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹീതമായ ആ വേദഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യൂദായുടെ ലേഖനം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് യൂദായിലൂടെ പ്രവർത്തിച്ചിരിക്കുന്ന മനോഹാരിതമായ
ചിത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തുകയാണ്. ഒരു ചിത്ര ആവിഷ്കരണം എന്ന പോലെ മനുഷ്യ മനസ്സുകളിലേക്ക് ഒരു ചിത്രം കാണുന്നത് പോലെ, പടം കാണുന്നത് പോലെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പഴയ ചരിത്രത്തിൽ നിന്ന്, ആനുകാലിക സംഭവങ്ങളിൽ നിന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വിശകലനം ചെയ്തിട്ട് ഒരു കൂട്ടർ അങ്ങനെയായിരിക്കുമ്പോൾ വിശുദ്ധന്മാരായിരിക്കുന്ന നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രബോധന ശകലമാണ് 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 25-ാമത്തെ വാക്യം അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരാശീർവാദ വചനമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ ആധികാരികതയും അതിൻ്റെ 1-ാം വാക്യം മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തികൾക്ക് ഹേതുവാക്കി നമ്മുടെ കർത്താവിനെ നിഷേധിക്കുന്ന ഒരു പറ്റം ആൾക്കാർ സഭയുടെ അകത്തേക്ക് നുഴഞ്ഞു കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് കണ്ടോ 25-ാമത്തെ വാക്യത്തിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ ത്രിത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാകുന്നു 25-ാമത്തെ വാക്യം. ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ എന്ന പദപ്രയോഗത്തിൽ അന്തർലീനമായിരിക്കുന്ന ത്രിത്വ ദർശനത്തെ പരിശുദ്ധാത്മാവ് 25-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ പോയാൽ ഈ 25-ാമത്തെ വാക്യം കുറഞ്ഞത് ഒരു 4 ആഴ്ച എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. അത്ര ഒന്ന് ഒരു മുഖപൂര പോലെ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ, യേശുക്രിസ്തു നൽകി തന്ന കൃപയെ ദുർവ്യയം ചെയ്യുന്നവർ ഒക്കെ കടന്നു കയറി അവർ നുഴഞ്ഞു വന്ന് നമ്മുടെ കർത്താവിനെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. കർത്താവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചു. ഒരു പറ്റം ആൾക്കാർ അവന്റെ മനുഷ്യത്വത്തെ നിഷേധിച്ചു. അവന്റെ ദൈവത്വം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മറ്റൊരു കൂട്ടർ അവന്റെ ദൈവത്വം അവനിലില്ലായിരുന്നു, അവൻ മനുഷ്യനായിരുന്നു എന്ന് പഠിപ്പിച്ചു. വേറൊരു കൂട്ടർ സ്നാനമേറ്റപ്പോൾ അവന്റെ മേൽ ദൈവത്വം വന്നു എന്നും ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഗെത്സമനാത്തോട്ടത്തിൽ വെച്ച് അവന്റെ ദൈവത്വം എടുക്കപ്പെട്ടു എന്നും പറഞ്ഞു. അങ്ങനെ നാനാവിധമായി യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അവന്റെ മനുഷ്യത്വത്തെയും നാശോന്മുഖമായ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് ദുർവ്യയം ചെയ്ത് ദൈവകൃപയെ ഇല്ലായ്മപ്പെടുത്തുന്ന, അതിനെ മൂല്യച്യുതി വരുത്തുന്ന ആ വ്യവസ്ഥാപിതമായിരിക്കുന്ന മത സംഹിതകളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർത്തീകരണമാക്കി തീർക്കുന്നതാണ് 25-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്
നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന 25-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തേക്കും തേജസ്സും ബഹുമാനവും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പോൾ എവിടെ നിഷേധിക്കപ്പെട്ടോ ആ നിഷേധിക്കപ്പെട്ട പ്രതലത്തെ പരിശുദ്ധാത്മാവ് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 25-ാമത്തെ വാക്യം അങ്ങനെ ഒരു ആശീർവാദ വചനമായി നിൽക്കുന്നു. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ 4-ാം വാക്യത്തിൽ ആരംഭിച്ച് 19-ാം വാക്യത്തിൽ അവസാനിപ്പിക്കുമ്പോൾ 3 വിഭാഗത്തെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു. 1 ഭിന്നതയുണ്ടാക്കുന്നവർ, 2 പ്രാകൃതന്മാർ, 3 ആത്മാവില്ലാത്തവർ. ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ഇങ്ങനെ 3 സമൂഹം നിലവിലുണ്ടെന്നും ഈ 3 ഗ്രൂപ്പും സഭയുടെ അകത്ത് ശക്തമാണെന്നും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചിട്ട് മറ്റൊരു വിഭാഗത്തെ അവതരിപ്പിക്കുകയാണ് 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ. അത് കഴിഞ്ഞ ആഴ്ച നാം കണ്ടു. ആത്മീകർ എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധന്മാരെ ചിത്രീകരിക്കുകയാണ്. അവരെ സംബോധന ചെയ്തിരിക്കുന്നത് മറ്റതിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങളോ പ്രിയരെ, കാരണം അത് ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്തതയോടെ ആരംഭിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ, മുൻപിൽ പറഞ്ഞിരിക്കുന്നവരൊക്കെ വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങൾ, 2 ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, സദാകാലത്തേക്ക് വക്രഗതി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, സദാകാലത്തേക്ക് അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകഷണങ്ങൾ എന്നൊക്കെ അവരെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവസാനം ദൈവജനത്തെ, വിശുദ്ധന്മാരെ, ആത്മീകരെ വേർതിരിച്ച് നിർത്തിയിട്ട് പറയുക, നിങ്ങളോ പ്രിയമുള്ളവരെ, മേൽ പറഞ്ഞതുപോലെയൊന്നുമല്ല, നിങ്ങൾ വിശിഷ്ടതയുള്ളവരാണ്. നിങ്ങൾ അവരെ പോലെയല്ല, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. എന്താണ് വിശേഷത? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷതയിൽ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. ഒരു വിശുദ്ധൻ, ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ കുറിച്ചാണ് 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇത് നാം കഴിഞ്ഞ ആഴ്ച ഒന്ന് ചിന്തിച്ചതാണ്. ഒന്നാമത്തത്, നാം ആത്മീക വർധന വരുത്തുന്നവരായിരിക്കണം. എന്താണ് ആത്മീക വർധന, എവിടെ വരെ വരണം എന്നൊക്കെ നാം കണ്ടതാണ്. ഇനി അതിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് രാത്രി ഇത് ഓടിച്ച് ഈ 4 വാക്യങ്ങൾ എനിക്ക് പറഞ്ഞു തീർക്കേണ്ടതുള്ളതിനാൽ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. രണ്ടാമത്തെ കർത്തവ്യം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. കൊരിന്ത്യർ ലേഖനം എടുത്തു വായിക്കുവാൻ സമയമില്ലാത്തതിനാൽ വേഗത്തിൽ പറഞ്ഞു പോകുന്നു. വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയും പരിശുദ്ധാത്മാവിന്റെ നിറവിനെയും പരിശുദ്ധാത്മ സ്നാനത്തെയും ഒക്കെ പ്രതിപാദിക്കുന്ന ചില വേദഭാഗങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. അതിനകത്ത് 2 പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് വിശകലനം ചെയ്യുന്നുണ്ട്. ഒന്ന് ബുദ്ധിയുടെ പ്രാർത്ഥന, മറ്റൊന്ന് ആത്മാവിലുള്ള പ്രാർത്ഥന. 2 പാട്ടുകളെ പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുന്നു. ഒന്ന് ബുദ്ധിയുടെ പാട്ട്, മറ്റൊന്ന് ആത്മാവിന്റെ പാട്ട്. ഈ 2 തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ബുദ്ധിയുടെ എന്ന് പറയുമ്പോൾ റോമാലേഖനത്തിൽ അതിപ്രധാനമായ 3 പ്രമാണങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. 1 പാപത്തിന്റെ പ്രമാണം, 2 ബുദ്ധിയുടെ പ്രമാണം, 3 ആത്മാവിന്റെ പ്രമാണം. 3 പ്രമാണങ്ങൾ. ലോ ഓഫ് സിൻ, ലോ ഓഫ് മൈൻഡ്, ലോ ഓഫ് ദ സ്പിരിറ്റ്.
3 പ്രമാണങ്ങൾ. ഒന്നാമത്തെ പ്രമാണം പാപത്തിന്റെ പ്രമാണമാണ്. പാപത്തിന്റെ പ്രമാണം റോമാലേഖനം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അത് എൻ്റെ അവയവങ്ങളിൽ പാപത്തിന്റെ പ്രമാണം സ്വാധീനം വരുത്തുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ പാപത്തിന്റെ പ്രമാണം തിങ്ങി വിളഞ്ഞു നിൽക്കുന്നത് മനുഷ്യന്റെ അവയവങ്ങളിലാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ തിങ്ങി വിളങ്ങി നിൽക്കുന്ന പാപത്തിന്റെ പ്രമാണം. ആ പാപത്തിന്റെ പ്രമാണം പൗലോസിന്റെ ഭാഷയിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ ബദ്ധനാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. പാപത്തിന്റെ പ്രമാണം എൻ്റെ ഉള്ളിൽ നിന്ന് അങ്കുരിച്ച് എൻ്റെ അവയവങ്ങളിലൂടെ വെളിപ്പെട്ട് അതെന്നെ ബദ്ധനാക്കി തീർക്കുകയാണ്. എന്നെ ബദ്ധനാക്കി തീർക്കുന്ന ഒരു പ്രമാണമായി അത് നിൽക്കുന്നു. 7-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ഞാൻ ദൈവത്തെയും പാപത്തിന്റെ പ്രമാണം കൊണ്ട് ഞാൻ ജഡത്തെയും സേവിക്കുന്നു. അപ്പൊ ലോ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ മൈൻഡ്, അവന്റെ ബുദ്ധി ദൈവകൃപയ്ക്ക് അതീതമാകുന്നു. അവന്റെ ബുദ്ധിയിൽ ദൈവവചനം അതിന്റെ ബഹുനിശ്ചയത്തോടെ വാഴുന്നു. നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിന്റെ വചനം വാഴണം. നമ്മുടെ ബുദ്ധി യുക്തിയായി തീരരുത്. ബുദ്ധി യുക്തിയാകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. നിന്റെ വചനം ഞാൻ അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നതിനാൽ വയോധികന്മാരെക്കാൾ ഞാൻ ബുദ്ധിമാനാകുന്നു. അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ദൈവത്തിന്റെ വചനം അതിന്റെ സ്വാധീനം നടത്തും. അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ദൈവത്തിന്റെ വചനം വാഴുക നിമിത്തം ആത്മാവിന് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിപ്പാൻ ഇടവരും. അതുകൊണ്ട് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ സത്യത്തിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നവൻ സ്നാനജലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആ റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിൽ കാണുന്നത് പോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തേജസ്സേറിയ വഴിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ഭക്തനെയാണ് നാം കാണുന്നത്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് അവനും ക്രൂശിതനായി അവനെ പോലെ മരിച്ച് അടക്കപ്പെട്ട് ജീവിതത്തിന് പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ആ പാപ സംബന്ധമായ വസ്തുതകളെ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നത് പോലെ വെള്ളത്തിനടിയിലേക്ക് ഒരു സ്നാനാർത്ഥി താഴുമ്പോൾ അവന്റെ ജഡം സംബന്ധിച്ച് അവൻ മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വെള്ളത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ സത്യത്തിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുന്നു. അന്ന് തൊട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അവന്റെ ബുദ്ധിമണ്ഡലം മുഴുവനും ദൈവവചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യനെ പരിശുദ്ധാത്മാവും കർത്താവും ഒരുപോലെ പുകഴ്ത്തുന്നുണ്ട്. കർത്താവ് പുകഴ്ത്തിയത് ഗിരിപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ്. അതിൽ 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ എന്റെ ഈ വചനം കേട്ട് പ്രമാണിച്ച് ചെയ്യുന്നവൻ എല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സമനാകുന്നു. അവൻ എന്ത് ചെയ്തു?
ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് അവന്റെ ഭവനം പണിതു. അവൻ ബുദ്ധിയുള്ള മനുഷ്യനോട് സമനാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ബുദ്ധിയിൽ ശിശുക്കളാകരുത്, ബുദ്ധിക്ക് മുതിർന്നവരാകുവീൻ. ദൈവവചനത്താൽ സത്യത്തിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്ന ഭക്തൻ അവന്റെ ബുദ്ധിമണ്ഡലം മുഴുവനും ദൈവവചനം നിറഞ്ഞിരിക്കുകയാണ്. വചനം അനുസരിച്ച്, വചനം പ്രമാണിച്ച്, വചനത്തിന്റെ ശബ്ദം കേട്ട്, വചനത്തിന്റെ ആജ്ഞ അനുസരിച്ച് അവനവന്റെ ബുദ്ധിമണ്ഡലത്തെ അതിനെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്കും സന്നിവേശവും ആ വ്യക്തിയിൽ ഉണ്ടാകുന്നതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അവന്റെ ബുദ്ധി മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ഉയരത്തിലെ ചിന്തകൾ കൊണ്ടാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, ആയതുകൊണ്ട് അവനിരിക്കുന്ന സ്ഥലമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അടുത്തത് ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ബുദ്ധിമണ്ഡലം അന്വേഷിക്കുന്നത് ഉയരത്തിലുള്ളതാണ്. കാരണം അവന്റെ ബുദ്ധിമണ്ഡലം വചനത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അവൻ ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളതാണ്. ഈ മണ്ണും എന്റെ തലയ്ക്ക് മീതെ കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആകാശവും എന്നെ വിട്ട് മാറ്റപ്പെട്ടു പോകും. എന്നാൽ ഒരിക്കലും മാറ്റം വരാത്ത ദൈവവചനമാണ് അവന്റെ ചിന്തയുടെ ആധാരം. അവൻ ആ വചനത്തെയാണ് ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വ്യക്തി പരിശുദ്ധാത്മ നിയോഗിതനായി പരിശുദ്ധാത്മാവിൽ നടക്കുന്നവൻ എന്നാകുന്നു തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്ക, എന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങളിൽ നിവർത്തിക്കപ്പെടുകയില്ല. ആത്മാവിനെ അനുസരിച്ച് എങ്ങനെയാണ് നടക്കുന്നത്? വചനം പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. ആ പ്രത്യേക അനുഭവത്തിലുള്ള വ്യക്തി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാണ്. എന്നാൽ അവൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അവൻ ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ടും പാടും. പണ്ടാരോ പറഞ്ഞത്, ഫലിതമായി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ബുദ്ധി കൊണ്ട് പാടുന്ന പാട്ട് സിനിമാ പാട്ടാണെന്നും ആത്മാവ് കൊണ്ട് പാടുന്ന പാട്ട് ആത്മീക കീർത്തനങ്ങളാണെന്നും. തെറ്റിപ്പോകരുതേ, അബദ്ധം ധരിച്ചു വയ്ക്കരുതേ. ആത്മാവിൽ പാടുന്ന പാട്ടുകൾ അത് നിന്റെ അകത്തളത്തിൽ നിന്ന് പരിശുദ്ധാത്മാവും നിന്റെ ആത്മാവും ഒരുമിച്ച് ചേർന്ന് അറിയാതെ പുറത്തേക്ക് വരുന്ന കീർത്തനങ്ങളാണ്. എന്നാൽ ബുദ്ധി കൊണ്ടുള്ള പാട്ടുകൾ നമ്മുടെ അനുഭവത്തെ ചാലിച്ചെടുത്ത് വചനത്തിന്റെ കോർമ്പലിൽ കോർത്തിണക്കി എഴുതി പുറത്തിറക്കുന്ന ഗാനങ്ങളുണ്ടല്ലോ, അവയൊക്കെ ബുദ്ധിയുടെ ഗാനങ്ങളാണ്. വിശുദ്ധ മേശ ആചരിക്കുമ്പോൾ പാടുന്ന പാട്ട് ഫ്യൂണറൽ സർവീസിന് ആരും പാടാറില്ല. സമയമാം രഥത്തിൽ എന്നൊരു ഗാനം മലയാളക്കരയിലുള്ള മലയാളം അറിയാവുന്ന സകല മനുഷ്യരും പാടും. അതിനൊരു പ്രത്യേക സന്ദർഭവും സമയവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴും പാടുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ഗീതമാണത്. എന്നാൽ പലർക്കും ഇന്നത് പാടാൻ പേടിയാ. അത് പാടുന്നത് കേൾക്കുമ്പോഴത്തേനും പിള്ളേരോടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് വേറെ ഒരു പാട്ട് നിന്ന് കിട്ടിയില്ല എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പാട്ടിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയമാകുന്ന രഥത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു എന്നുള്ളത് സത്യമായ വസ്തുനിഷ്ഠമായ ഒരു സത്യസംഭവമാകുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു എന്നത്
ജീവിതയാത്രയിൽ തളരുന്ന വേളകളിൽ പുതുശക്തി തന്നു നമ്മെ നടത്തുന്ന ദൈവകൃപയെക്കുറിച്ചുള്ള മനോജ്ഞമായ കാഴ്ചപ്പാടാകുന്നു. അത് എപ്പോഴും പാടാൻ കൊള്ളാവുന്നൊരു പാട്ടാ. പക്ഷേ നമ്മുടെ ബുദ്ധിയിൽ നാം അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇന്ന സമയത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ബുദ്ധിയുടെ പാട്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകൾ ഉള്ളതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന നിലവിളക്ക് രാവും പകലും കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു ഭക്തന്റെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന അണഞ്ഞു പോകാതെ 24/7 കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. യൂദ ഓർപ്പിക്കുക, നീ ഒരു ആത്മീകനാണെങ്കിൽ നിന്റെ പ്രാർത്ഥന ഒരു ജൽപ്പനമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ബുദ്ധി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന തെറ്റാണെന്നോ പാപമാണെന്നോ അല്ല തിരുവെഴുത്ത് പറയുന്നത്. അതാവശ്യം തന്നെ. എന്നാൽ അത്യന്താപേക്ഷിതമെന്നത് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ചിലർ മുട്ടുമടക്കി ദൈവസന്നിധിയിലിരുന്നാൽ മണിക്കൂറോളം ആത്മാവിൽ ജാഗരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ മുട്ടുമടക്കിയിരുന്നാൽ, എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മ നിയോഗിതനായിരുന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാത്ത വസ്തുതകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം മറന്ന് കിടന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് ചാരാൻ ചൂടിക്കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് തട്ടി ഉണർത്തിക്കൊണ്ടെന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പോകുന്ന സമയം നമുക്കറിയുവാൻ വഹിയാത്തതുപോലെ അത്ഭുതാവഹമായ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിന്റെ നിമിഷങ്ങളായിരിക്കും അത്. മണിക്കൂറുകൾ അങ്ങനെയുള്ള അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വച്ചല്ല, നാട്ടിൽ വെച്ച്. ഇവിടെ പണിയും ജോലിയും കൂലിയും പണിയും വേലയും ഒക്കെ ഇങ്ങനെ നടക്കുകയല്ലേ. എന്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രാവിലെ ജോലിക്ക് പോകുമ്പോൾ, രാവിലെ കുടുംബത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒക്കെയുള്ള പ്രാർത്ഥനകൾ അത് ബുദ്ധിയുടെ പ്രാർത്ഥനകളാണ്. പൗലോസ് പറയുന്നത്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ബുദ്ധിയുടെ പ്രാർത്ഥനയേക്കാൾ അധികമുള്ളത്. കാരണം ഏതു നേരത്തും പരിശുദ്ധാത്മാവിൽ ഒരു ഭക്തന് പ്രാർത്ഥിപ്പാൻ കഴിയും. പരിശുദ്ധാത്മാവ് അവനെ നയിച്ചുകൊണ്ടിരിക്കും. ജോലി ചെയ്യുന്ന പല സന്ദർഭങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിപ്പാനുള്ള അനുഭവം ദൈവം എനിക്ക് നൽകി. ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന നാം ഒരുമിച്ച് ചേർന്ന് പഠിക്കുകയാണല്ലോ. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യത്തിൽ, കർത്തവ്യത്തിൽ ഏറ്റവും പരമപ്രധാനമായ രണ്ടാമത്തെ കർത്തവ്യം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നിട്ട് അടുത്ത വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം വരും. ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആ പ്രാർത്ഥനയുടെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതിന്റെ സ്വീറ്റ്നെസ്, അതിന്റെ മധുരിമ, ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത, പറയാൻ വയ്യാത്ത, കേൾക്കാൻ ആവർത്തിക്കപ്പെടാനൊക്കാത്ത വിധത്തിൽ അതൊരു പക്ഷെ ഞരക്കമായിരിക്കാം, അതിൽ കൂടെ പക്ഷവാദം ചെയ്യുന്ന ഒരനുഭവമുള്ളതായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്തവ്യത്തിൽ
രണ്ടാമത്തെ അതിപ്രധാനമായ കർത്തവ്യം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. മൂന്നാമത്തെ കർത്തവ്യം 21 വാക്യത്തിൽ നാം കാണുന്നു. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് മൂന്നും നാലും അഞ്ചും കർത്തവ്യങ്ങൾ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. നിത്യജീവന് വേണ്ടി മൂന്നാമത്തത്, നാലാമത്തത് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, അഞ്ചാമത്തത് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളും. അതിപ്രധാനമായ 5 കർത്തവ്യങ്ങൾ 21, 22 വാക്യങ്ങളിൽ യൂദ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീക വർധന വരുത്തുക. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. വാക്യത്തിന്റെ ക്രമം അനുസരിച്ച് 3, നിത്യജീവനായി കാത്തിരിക്കുക. 4, ദൈവകരുണയ്ക്കായി കാത്തിരിക്കുക. 5, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്ക് വേണം നിങ്ങൾ ആത്മീക വർധന വരുത്താൻ. നിങ്ങൾക്ക് വേണം നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ. നിങ്ങൾ കാത്തിരിക്കണം 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഇതിന് ഞാനൊന്ന് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് തിരിച്ച് എന്റെ രീതിയിലാക്കാൻ പോവുകയാണ്. ഒരു ക്രമത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. മൂന്നാമത്തെ കർത്തവ്യം ദൈവ കരുണയ്ക്കായി കാത്തിരിക്കുക. നാലാമത്തെ കർത്തവ്യം ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അഞ്ചാമത്തെ കർത്തവ്യം നിത്യജീവനായി കാത്തിരിക്കുക. മൂന്നാമത്തെ കർത്തവ്യം ദൈവകരുണയ്ക്കായി കാത്തിരിക്കുക. എന്തിനാണ് ദൈവകരുണയ്ക്കായി കാത്തിരിക്കേണ്ടത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നോടുള്ള നിന്റെ കരുണ എത്ര വലിയത്. ദൈവത്തിന് നമ്മോട് തോന്നുന്ന ആ കരുണയും ദയയുമുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം. ഞാൻ പുറത്തേക്ക് വിടുന്ന ശ്വാസം ഞാൻ അകത്തേക്കെടുക്കുവാൻ കാരണം എന്നോടുള്ള ദൈവത്തിന്റെ ദയയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അതിരാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അവൻ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അവന് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നു, രാവിലെ തോറും നിന്റെ ദയ പുതിയതല്ലോ. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നീ രാവിലെ നിന്റെ ദയയെ നിന്റെ ഭക്തന് കൽപ്പിച്ചാക്കുന്നു. രാവിലെ തോറും യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നീ രാവിലെ തോറും മനുഷ്യനെ സന്ദർശിക്കുന്നു. വാവ്! രാവിലെ തോറും ദൈവം തന്റെ ദയ പുതുതായി പകരുന്നു. ദൈവം സന്ദർശിക്കുന്നത് എന്തിന്? അവന്റെ ദയ പുതുതായി പകരുവാൻ. ആ ദിവസം നീ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്തെന്ന് നിനക്കറിഞ്ഞുകൂടാ, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അവന്റെ ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിരിക്കുന്ന വൈഷമ്യം, മേടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്തിനെയൊക്കെ അവൻ ധരണം ചെയ്യണമെന്ന് അറിയാവുന്ന സ്വർഗസ്ഥനായവൻ രാവിലെ നിന്റെ ഭവനത്തിൽ വരുന്നെന്ന്. എന്തിന്? നീ കാത്തിരിക്കുക ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി. അവൻ തന്റെ ദയാ കടാക്ഷം നിന്റെ മേലയക്കുമ്പോൾ അന്ന് പകൽ നിന്നെ ദയ കൊണ്ട് തൃപ്തനാക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി നീ മറന്നു പോകരുത്.
ദയയ്ക്കായി കാത്തിരിക്കുക, ദൈവത്തിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. മലാഖിയുടെ പ്രവചനത്തിൽ നാം വായിക്കുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയല്ലോ. അവന്റെ കരുണയ്ക്കായി കാത്തിരുന്നാലുള്ള ഗുണം, നാം ഒരിക്കലും ശിഥിലമായി പോകുകയില്ല, നാം ഒരിക്കലും തകർന്നു പോകുകയില്ല. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിലനിൽക്കുന്ന നിന്നിലോ ദൈവത്തിന്റെ ദയയും കാണുക. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ വീണ് കിടക്കുന്ന അനേകരുണ്ട്, നമ്മളെക്കാൾ ഉന്നതന്മാർ വീണ് കിടക്കുന്ന അനേകരുണ്ട്. എന്നാൽ അവരിലൊക്കെ ദൈവത്തിന്റെ ഖണ്ഡിതം കാണുമ്പോൾ ഞെളിയാതെ ഭയപ്പെടുക എന്ന തിരുവെഴുത്ത് പറയുന്നത്. അവന് പറ്റിയത് അറിഞ്ഞോ എന്ന് അങ്ങോട്ട് ചോദിക്കാനല്ല തിരുവെഴുത്ത് പറയുന്നത്. ഞെളിയാതെ ഭയപ്പെടുക. എന്തുകൊണ്ട്? നീ നിൽക്കുന്നത് ദൈവത്തിന്റെ ദയയുടെ കടാക്ഷം ആകുന്നു. ആകയാൽ ഒരു ഭക്തന്റെ കർത്തവ്യത്തിൽപ്പെട്ട ഒന്ന് ദൈവത്തിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. അവന്റെ ദയ എന്നും പുതിയതാ, പഴയതവനില്ല. പുതിയ ദയ കൊണ്ട് നമ്മെ തൃപ്തരാക്കുന്നു. പ്രാർത്ഥന കർത്താവ് ശിഷ്യഗണത്തെ പഠിപ്പിച്ചപ്പോൾ അതാത് ദിവസത്തെ ദോഷം മതി അന്നത്തെ ജീവന് വേണ്ടി എന്ന് കർത്താവ് പഠിപ്പിച്ചത് ഇവിടെ ഓർക്കുമല്ലോ. ശ്രദ്ധിക്കുക, അതാത് ദിവസത്തിലുള്ള ദോഷങ്ങളെ നന്മയാക്കി തീർക്കുന്നവൻ കരുണാവൈപ്പിനാൽ നമ്മെ താങ്ങുന്ന അത്യുന്നതനായ ദൈവമാകുന്നു. അതുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായി കാത്തിരിക്കുക. അടുത്തത്, നാലാമത്തത്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ആ പദപ്രയോഗം കണ്ടോ? മറ്റൊരു ലേഖനത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവിടെ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സ്നേഹം കൂടിക്കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടവും തലമുറയിലുമാണ് നാം വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഒട്ടും തെറ്റ് പറ്റാതെ വചനം അന്നും ഇന്നും ഒരുപോലെ സുസ്ഥിരമായിരിക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് ഈ വാക്യം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. സ്നേഹം അന്തിമമായി നിത്യതയിൽ നിലനിൽക്കുന്ന ഒന്നാ സ്നേഹം. സ്നേഹത്തിന്റെ വിശാലതയും അതിന്റെ ലാവണ്യവും അതിന്റെ ആർദ്രതയും ഒക്കെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ലേഖനമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. നമ്മളിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവസ്നേഹമെന്ന് പറയുന്നതിനെ ആ 13-ാം അധ്യായം കൊണ്ടൊന്ന് ഉരച്ചു നോക്കിയാൽ കിട്ടുന്നതെന്തോ അതായിരിക്കും നമ്മുടെ സ്വഭാവത്തിൽ അന്തർലീനമായി തീർന്നിരിക്കുന്ന ദൈവസ്നേഹം എന്നത്. ഒന്നുകൂടി ഞാൻ ആ വാക്കുകളെ ആവർത്തിച്ചൊന്ന് പറയാം. നാം ധരിച്ചിരിക്കുന്ന നമ്മിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹത്തെയും 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്നേഹവുമായി ഉരച്ച് ഒന്ന് താരതമ്യം ചെയ്ത് ഒരു ഇക്വേഷൻ ഇപ്പുറത്തിട്ടിട്ട് ഒരു സമചിഹ്നം ഇട്ടിട്ട് അതിനിപ്പുറത്ത് എന്ത് കൂട്ടി എഴുതുവാനൊക്കുമോ എന്ത് കുറച്ചെഴുതുവാനൊക്കുമോ അതായിരിക്കും സ്നേഹം എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഗുണവിശേഷം. സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങിയിട്ട്
എത്ര മനോഹരമായ രീതിയിലാണ് നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷവും ആനന്ദവും ഒക്കെ വരും. അങ്ങനെ നമ്മൾ സന്തോഷിച്ച് അവസാനത്തെ വാക്യവും വായിച്ചിട്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും തന്നെ നൽകും, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ബൈബിൾ അടച്ചെഴുന്നേറ്റ് നമ്മൾ പോകും. ഒന്ന് താരതമ്യം ചെയ്തു നോക്കി. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം ഈ അളവുകോൽ കൊണ്ട് അളന്നാൽ, ഈ മാനദണ്ഡം കൊണ്ട് ഒരു ഉത്തരം കുറിക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കിയാട്ടെ. ചിലർക്ക് സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അതങ്ങ് അതിരുകൾ വിട്ടുള്ള സ്നേഹമായിട്ട് പോവുക. അപ്പോൾ പറയും ഇതിനാണ് അഗാപ്പേ എന്ന് പറയുന്നത്. അതൊന്നും അല്ലടാ കുഞ്ഞപ്പ അഗാപ്പേ, അത് വേറെ. ഇത് ജഡമോഹത്തിന്റെ പിന്നിൽ നിന്നാ വേണ്ടാത്ത സ്നേഹം പുറത്തോട്ട് വരുന്നത്. ചിലതിനെ കണ്ടു കഴിയുമ്പോൾ, ചിലർക്ക് സ്വർണ്ണാഭരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ അങ്ങ് ആഗ്രഹവും സ്നേഹവും ഒക്കെ അങ്ങ് വർദ്ധിക്കുക. ഞാനിതൊന്ന് അണിഞ്ഞാൽ എൻ്റെ സ്വരൂപം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്നാനജലത്തിൽ ഇറങ്ങിയപ്പോൾ ഇതൊന്നും ഓർക്കാതെ ഇറങ്ങിയത്. ജഡത്തെ അതിൻ്റെ രാഗമുഖങ്ങളോടെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് വരുന്നത് എന്തുവാ? അതിന് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളില്ല, മരപ്പിച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും. അപ്പൊ പാപത്തിന്റെ പ്രമാണമായി ഇപ്പം നമ്മളിൽ അതിശക്തിയോടെ വാഴുന്നു. അതുകൊണ്ട് ദൈവസ്നേഹം മനുഷ്യൽ നന്ദി നിന്ന് പോവുകയാണ്. യേശു പറഞ്ഞു മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അടയാളങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സ്നേഹം തണുത്തുപോകും. നിർവ്യാജ സ്നേഹത്തിന് പകരം തണുത്ത സ്നേഹം, മരവിപ്പ് പിടിച്ച സ്നേഹം. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ഇതൊന്നും പാടില്ല. നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്യുവർ അഗപ്പേ ലവ്. പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ഊഷ്മളമായി തിങ്ങി വിളഞ്ഞിരുന്ന ആ വികാരഛേദനമാകുന്നു സ്നേഹമെന്നത്. ആ സ്നേഹം ആർദ്രതയുടെ സ്നേഹമായിരുന്നു. ആ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതായിരുന്നു. അതൊന്നും പകരം ആവശ്യപ്പെട്ടതല്ല. എല്ലാം മറ്റൊരാൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ ദൈവസ്നേഹത്തിൽ ഞാൻ എന്നെ സൂക്ഷിക്കണം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതാണ് നാലാമത്തെ കർത്തവ്യം. അഞ്ചാമത്തത് നിത്യജീവനായിട്ട് കാത്തിരിക്കുക. ഇവിടെ ഒരു സംശയം ഉണ്ടാകാവുന്നതാണ്. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനും ഉണ്ട്, വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഇന്ന് നാം എന്തുകൊണ്ടാണ് നിത്യജീവന് വേണ്ടി കാത്തിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യൂദാപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുന്നത്? പുത്രനിൽ വിശ്വസിച്ചപ്പോൾ നിത്യജീവൻ എനിക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പ് ലഭിച്ചു. ആ വിശ്വാസത്തിന്റെ വർധനവ് ഓരോ ദിവസവും എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ നിത്യത ഉറപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തെളിയിക്കുവാൻ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള, ഞാൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ മറ്റൊരു വേദഭാഗമുണ്ട്. തീമോഥെയോസിന്റെ ലേഖനത്തിലാണത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. ആകയാൽ നല്ല പോർ പൊരുതി നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അപ്പോൾ എന്റെ ചിന്താഗതിയിൽ
മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യത്തെ ഞാൻ കാണുന്നത് ഇങ്ങനെയാ: കൈ എത്താവുന്ന അകലത്തിൽ, എത്തുന്ന ദൂരത്തിൽ നിത്യജീവൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക എന്നിരിക്കട്ടെ. ഞാൻ എന്റെ കണ്ണും തലയുമൊക്കെ ഉയർത്തി ഞാൻ അതിനെ ദിനം പ്രതി കണ്ട് എപ്പോൾ എനിക്കിത് പിടിക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആഞ്ഞുകൊണ്ട് അതെന്റെ സ്വന്തമാക്കാനുള്ള താല്പര്യത്തിൽ ഞാൻ നിൽക്കുന്ന ഒരു വീക്ഷണമാണ് മലയാളത്തിൽ ആ വാക്യം വായിക്കുമ്പോൾ എന്റെ മുൻപിൽ വരുന്നത്. നല്ല പോർപ്പൊരുത് നിന്റെ മുൻപിൽ വച്ചിരിക്കുന്ന നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അത് നല്ല പോരാടണം. നല്ലപോലെ അധ്വാനിക്കണം. നല്ലപോലെ അധ്വാനിച്ചാലേ അത് ലഭിക്കുകയുള്ളൂ. ഞാൻ പറയട്ടെ, എന്നാണ് ഇനി നിത്യജീവൻ ലഭിക്കുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നു, 2 തെസ്സലോനിക്ക ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അഗ്നിജ്വാലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യനാശമെന്ന ശിക്ഷാവിധി കൊടുക്കുമ്പോൾ സർവകാലത്തിനു മുൻപ് സുവിശേഷം കൊണ്ട് ജീവനും അക്ഷേതയും വെളിപ്പെടുത്തി തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാണുന്ന മാത്രയിൽ അവനോട് നാം അനുരൂപരാകുകയും നിത്യജീവന്റെ അവകാശികൾ നാം ആയി തീരുകയും ചെയ്യും. അപ്പോൾ നിത്യജീവനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. യേശുവേ നീ എപ്പോൾ വരും എന്ന പ്രതീക്ഷയോടെ കർത്താവിന്റെ മഹത്വമുള്ള വരവിന് വേണ്ടി ബഹുശ്രദ്ധയോടെ കാത്തിരിക്കുക. നിത്യജീവന് വേണ്ടി കാത്തിരിക്കുക. 5 കർത്തവ്യങ്ങൾ. 1, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. 3, ദൈവ കരുണയ്ക്കായി കാത്തിരിക്കുക. 4, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. 5, നിത്യജീവനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുക. എന്തെല്ലാം മറന്നാലും ഇന്ന് രാത്രി ഈ 5 കർത്തവ്യങ്ങൾ മറക്കരുത്. ഈ കർത്തവ്യങ്ങൾ മറക്കാതെ പ്രിയമുള്ളവർ അത് ചെയ്തിട്ട് തങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിട്ട്, ഓരോരുത്തരും അവനവന് വേണ്ടി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അടുത്ത 2 വാക്യങ്ങൾ. ആൻറ്റി 22, 23, 24, 22, 23 ആദ്യം ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. 3 കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറയുക. 5 കാര്യങ്ങൾ സ്വന്തം ചെയ്തിട്ട്, 5 കർത്തവ്യങ്ങൾ സ്വയമേവ ചെയ്തിട്ട്, 3 കാര്യങ്ങൾ മറ്റുള്ളവർക്കായി. ഈ മറ്റുള്ളവർ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നവരെ വളരെ സൂക്ഷിക്കണം. 1-ാമത്തെ ഗ്രൂപ്പ്, സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പീൻ. സംശയിക്കുന്ന ഒരു ഗ്രൂപ്പിനകത്ത് നീ പെട്ടുപോയാൽ പോകും നിന്റെ പണി. നീയും സംശയവാദിയായി മാറും. എന്നാൽ ഈ 5 കാര്യങ്ങൾ ചെയ്ത് ഉറപ്പാക്കി ആത്മീക വർധന പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവകരുണയ്ക്കായി കാത്തിരുന്ന
ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച് നിത്യജീവനായി കാത്തിരിക്കുന്ന ഈ കർത്തവ്യങ്ങൾ നിർവഹിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവന് സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പാൻ കഴിയും. അല്ലെങ്കിലോ അവൻ അവരുടെ കൂട്ടത്തിൽപ്പെടും. അതുകൊണ്ടാണ് മിക്ക സഭകളിലും സംശയവും സംശയരോഗവും അതിന് നിവാരണമില്ലാതെ ദൈവവചനം പോലും വിശ്വസിപ്പാൻ കഴിയാതെ സംശയിക്കുന്നവരെ കൊണ്ട് സമൂഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. വാക്യം വായിച്ച് കേൾപ്പിച്ചാൽ പോലും ചിലർ വിശ്വസിക്കത്തില്ല. അവർക്കത് സംശയമാണ്. സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പിൻ. രണ്ടാമത്തേത്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. തീയിൽ കിടക്കുന്നവനെ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. വിവരിക്കാൻ എനിക്കിന്ന് രാത്രി സമയമില്ല. അടുത്തത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിപ്പിൻ. എങ്ങനെ ഭയത്തോടെ കരുണ കാണിക്കുന്നത്? യൂദായുടെ ഈ പ്രയോഗം മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. പക്ഷെ അത് വളരെ ഈസിയാണ്. യൂദാ പുസ്തകം പറയുക, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ച് ഭയത്തോടെ കരുണ കാണിപ്പിൻ. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന 3 പുറംകാരോട്, ഒന്ന് സംശയിക്കുന്നവർ, അവരോട് കരുണ കാണിക്കുക. 2 തീയിൽ കിടക്കുന്നവർ, അവരെ വലിച്ചെടുക്കുക. ഈ പ്രയർ ലൈനെ ദൈവമാക്കിയിരിക്കുന്നത് ലക്ഷ്യവും ഇതാ. ഈ പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവവചനം പഠിക്കുക മാത്രമല്ല, ദൈവവചനം കേൾക്കുക മാത്രമല്ല, ചില കർത്തവ്യങ്ങൾ ദൈവസഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ദൈവജനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രയർ ലൈനിൽ ഇതിനെ കേൾക്കുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പാൻ, സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പാൻ, ഒക്കെ ഈ പ്രയർ ലൈന് ദൈവം ഇടവരുത്തട്ടെ. 24-ാമത്തെ വാക്യത്തിൽ ഒരു സൂപ്പർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബെൻഡിക്ഷനാണ്, ഒരു ആശീർവാദ വചനമാണ്, ഒരു ഡോക്സോളജിയാണ്, ഒരു ആരാധ്യ വചനമാണത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത കണ്ടോ? അവന് വേണ്ടി നാം സൂക്ഷിക്കപ്പെടുന്നവരാ. അവന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവരെ കുറിച്ച് 24-ാമത്തെ വാക്യം പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുള്ള ശക്തിയുള്ളവന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഈ യൂദായുടെ ലേഖനം പഠിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകി. 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, വിശേഷാൽ 17 മുതലുള്ള വാക്യങ്ങൾ വിശദമായി എടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി അത് പഠിപ്പിക്കാൻ കർത്താവ് എനിക്ക് സഹായം ചെയ്തു തന്നു. എന്നെ ബഹുശ്രദ്ധയോടെ സസൂക്ഷ്മം ശ്രദ്ധിച്ച, വളരെ ആഗ്രഹത്തോടെ ഈ സമയത്ത് പ്രയർ ലൈനിൽ കയറി വന്ന, ദൈവവചനം പഠിച്ച എല്ലാവരോടും നന്ദിയുള്ളവനായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണമേ. എൻ്റെ പേര് പാസ്റ്റർ സാം. എൻ്റെ വൈഫിന്റെ പേര് മേരിക്കുട്ടി. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. ജസ്ലിൻ, ഹെഡ്സി, യമി. ഓർക്കുമ്പോൾ പലപ്പോഴും എളിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവകൃപയിൽ നിലനിൽപ്പാൻ
ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രയർ ലൈനിൽ ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുവാൻ ഒരവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പ്രിയ സാജനോടും കുടുംബത്തോടും അഖേദമായ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു, സന്തോഷം രേഖപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവൃത്തികളിലും കർത്താവിന്റെ ആശീർവാദം ധാരാളം നിങ്ങളിൽ പകരപ്പെടട്ടെ. കർത്താവിന്റെ ദിവ്യ തേജസ്സിനു വേണ്ടി ഈ പ്രയർ ലൈനിനെ കർത്താവ് ഉപയോഗിക്കട്ടെ. എല്ലാ യൂദായുടെ ആദ്യത്തെ ക്ലാസ് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും അതിനെ മുഴുവനും കൺട്രോൾ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയുന്നതിന് ഒരു തെറ്റുമില്ല. പ്രിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ എബ്രഹാം മത്തായി പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിനുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തിന്റെ കൃപകളും ആശീർവാദങ്ങളും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ പഠനം ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിച്ച എന്നോട് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പറയുന്നു. എല്ലാവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലിക്കൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ ആശീർവദിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായിട്ട് ഇന്ന് രാത്രി കാലം നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ. ഈ യൂദയുടെ ലേഖനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഹല്ലേലൂയ അതിന്റെ മർമ്മങ്ങളും പൊരുളുകളും വിവിധ വേദഭാഗങ്ങളിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മെ ഹല്ലേലൂയ പഠിപ്പിച്ച ദൈവഭക്തന്റെ കുടുംബമായി നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും നാം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട വിലയേറിയ സത്യങ്ങളാവുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളെ കേൾപ്പിച്ചത്. ഹല്ലേലൂയ നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ നമ്മിൽ നിന്ന് പുറത്ത് കളയേണ്ടതൊക്കെയും പുറത്ത് കളഞ്ഞ് ദൈവത്തിന്റെ വിലയേറിയ വചനം, ദൈവശബ്ദം നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ നമ്മളെ വീഴാതെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്, നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക്. ഹല്ലേലൂയ ഒരു സ്വർഗരാജ്യം നമുക്കായി ദൈവം ഒരുക്കുന്നു. ഹല്ലേലൂയ അതിന് യോഗ്യരായി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ എണ്ണപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ എണ്ണിയിരിക്കുന്നു. ഹല്ലേലൂയ കഷ്ടവും പീഡവും ഉപദ്രവവും ഒക്കെയും നമ്മുടെ ജീവിതത്തിലൊക്കെയും കടന്നു വന്നാലും നമ്മുടെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മളെല്ലാവരും ജ്വലിച്ച് പ്രകാശിക്കുവാൻ ഇടയായി തീരട്ടെ. ഈ രാത്രിയിലും ദൈവത്തിന്റെ വിലപ്പെട്ട ആലോചന നാം കേട്ടു. ഹല്ലേലൂയ തുടർമാനമെടുക്കുന്ന സബ്ജക്റ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ദൈവഭക്തനിൽ കൂടെ പിന്നെയും നമുക്ക് വചനം പഠിക്കുവാനൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ പകരട്ടെ. ഹല്ലേലൂയ ഈ പ്രയർ ലൈനിൽ കൂടെ പഠിപ്പിക്കുന്ന ദൈവഭക്തന്മാരെല്ലാം കുടുംബങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പാട്ട് പാടുന്നവര്, ലീഡ് ചെയ്യുന്നവര്, ഈ പ്രയർ ലൈനിൽ കടന്നു വരുന്ന എല്ലാവരെയും ഓർത്ത് നാം നിരന്തരം പ്രാർത്ഥിക്കണം. ഈ പ്രയർ ലൈനിന്റെ നമ്പറുകൾ അനേകർക്ക് നാം കൊടുക്കുവാൻ ഉത്സാഹികളായി തീരണം. അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷം ഒന്നുമില്ലാത്തവരായി അനേകം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരനുഗ്രഹം അനുഭവിക്കട്ടെ. ഈ പ്രയർ ലൈനിൽ കൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാൻ ദൈവമേ, പുത്രനാൽ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഹല്ലേലൂയ പ്രിയ ദൈവത്തിന്റെ വിലപ്പെട്ട തിരുനാമത്തെ നന്ദിയോടെ നിങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ രാത്രികാല സ്വർഗീയ ദൂതാണല്ലോ അടികളെ കേൾപ്പിച്ചത്. ഐശ്വര്യമായിട്ട് അടികളെ അനുഗ്രഹിച്ചതിനായി നന്ദി കരയറ്റുന്നു. അവിടുത്തെ നാമം ചൊല്ലി അങ്ങോട്ട് വചനം പഠിപ്പിച്ച ഭക്തനെയും ഭക്തന്മാരെയും എല്ലാം കുടുംബങ്ങളായുള്ള കുഞ്ഞുങ്ങളെയും ദാസിദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രളയത്തിൽ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും വചനം വായിച്ച് കേൾപ്പിച്ച ദാസി കുടുംബ ഹല്ലേലൂയ ഹല്ലേലൂയ മക്കളോ കൊച്ചുമക്കളോ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പ്രയർ ലൈനിൽ കർത്താവ് അനേകരെ കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവിടുത്തെ വചനം ദൈവമേ കാലിന് ദൈവമാണല്ലോ, പാതയ്ക്ക് പ്രകാശമാകുന്നുവല്ലോ, ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും നൽകുന്നു. ഹല്ലേലൂയ സത്യവചനം, ഹല്ലേലൂയ പുറപ്പെടുന്ന വചനം ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കുവാൻ
തിരുമേനിയുടെ വചനം, ഈ വചനം കേൾപ്പീനെന്ന് മഹാരാജാവ് അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ, നിത്യജീവന്റെ മൊഴികളാകുന്നുവല്ലോ. ഈ രാത്രികാലം കേട്ടത് ഹല്ലേലൂയ. അവിടുത്തെ നാമം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ രക്തത്തിൽ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ രാത്രികാല സുഖവർക്കങ്ങൾ തരണം. പ്രഭാതത്തിലെടുത്ത് മുഖശോഭ കണ്ട് ഉണർന്നിരുന്നേരും നന്ദി കരയേറ്റുവാൻ സഹായിക്കണം. ദീർഘായുസ്സുകൊണ്ട് തലമുറകളായിട്ടിരുന്ന് അവിടുന്ന് വരെ താമസിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും ദീർഘായുസ് കൊടുത്ത് രോഗമോ രോഗാണുക്കളോ ബാധവ്യാധികളോ ഒന്നും എടുക്കാൻ ഇസ്രായേലിന് തീമതിലായിരിക്കുന്ന പോലെ എല്ലാ ഭവനങ്ങൾക്കും തീമതിലായിരിക്കണമേ. ഒരു ദുഷ്ടനും സത്വവും കള്ളനും കൊലപാതകനും കാണാതൊടാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം പ്രാർത്ഥിപ്പാൻ എല്ലാവരെയും ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച എല്ലാ വഴികളിലും നടന്ന വിലയേറിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും ദൈവജനം സംസാരിച്ച ഭക്തന്റെ കുടുംബത്തോടും എല്ലാ വചനം സംസാരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരുടെ കുടുംബത്തോടും ഈ പ്രേരണയിൽ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത ഉണ്ടായിരിക്കും. ആകട്ടെ.